നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി. ശിക്ഷാവിധി നാളെ. അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരൻ. അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകവും തെളിവ് നശിപ്പിക്കലും തട്ടിക്കൊണ്ടുപോകലും തെളിഞ്ഞു. പാറശാല ഷാരോൺ വധക്കേസിൽ സർക്കാരിന് നന്ദി പറഞ്ഞു കുടുംബം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷയെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ. ക്രൈംബ്രാഞ്ചും പോലീസും ശക്തമായി ഇടപെട്ടെന്നും സർക്കാരിന് നന്ദിയെന്നും മാതാപിതാക്കൾ കൈരളി ന്യൂസിനോട്. കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ വെല്ലുവിളിയാകുന്നുവെന്ന് ഗവർണർ. GST നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതും കടമെടുപ്പ് പരിധി കുറച്ചതും സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഗവർണർ. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വായ്പയാക്കി മാറ്റിയതും തിരിച്ചടി. കിഫ്ബി കേരളത്തിന്റെ അഭിമാന പദ്ധതി. പ്രതിസന്ധികളെ മറികടന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളം ഒന്നാം സ്ഥാനത്ത്. സാമൂഹ്യ സുരക്ഷിതത്വം സർക്കാർ മികച്ച രീതിയിൽ നടപ്പാക്കുന്നുവെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നവകേരളം യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഗവർണർ. ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും. വയനാട് ടൗൺഷിപ്പ് 1 വർഷത്തിനകം പൂർത്തിയാകും. കേരളം മുന്നോട്ടു പോകുന്നത് വലിയ ദുരന്തങ്ങളെ അതിജീവിച്ച്. സർക്കാർ നടത്തിയത് മികച്ച ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ. BJPക്ക് നയപ്രഖ്യാപനത്തിൽ പരോക്ഷ വിമർശനം. വൈവിധ്യത്തെ ബഹുമാനത്തോടെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. വ്യത്യാസങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾക്കും എതിരാണെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ നാടകം തുടരുന്നു. ഗോപന് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ സമാധി മണ്ഡപം. സംസ്കാര ചടങ്ങുകൾ 3 മണിക്ക്. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. കേസ് അന്വേഷിക്കുന്നത് മുനമ്പം DYSP S ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ 17 അംഗ സംഘം. പ്രതി ഋതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. വിദ്വേഷ പ്രസംഗത്തിൽ ഉറച്ച് ജസ്റ്റിസ് ശേഖർ യാദവ്. തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ ശേഖർ യാദവ് ജുഡീഷ്യറിയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല. ചില നിക്ഷിപ്ത താൽപര്യക്കാർ തന്റെ പരാമർശത്തെ വളച്ചൊടിച്ചെന്ന് യാദവ് കത്തിൽ ചൂണ്ടിക്കാണിച്ചു. തൂണേരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് മുഈൻ അലി ശിഹാബ് തങ്ങൾ. പ്രതികൾക്കൊപ്പം പാർട്ടിയുണ്ടാകുമെന്ന് മുഈൻ അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്നും മുഈൻ അലി തങ്ങൾ. DCC ട്രഷറർ NM വിജയന്റെ മരണത്തിലെ മുഖ്യപ്രതി IC ബാലകൃഷ്ണൻ MLA നിയമസഭയിൽ. IC ബാലകൃഷ്ണൻ സഭയിലെത്തിയത് മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയാനിരിക്കെ. NM വിജയന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ DYFI പ്രക്ഷോഭം തുടരുമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. IC ബാലകൃഷ്ണന് വയനാട് കയ്യും വീശി നടക്കാമെന്ന് കരുതേണ്ടെന്നും DYFI. കൈരളി ന്യൂസ് ഫോളോ അപ്പ്. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റിയതിൽ അന്വേഷണത്തിന് KPCC. കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിത ബാബുവാണ് 8 ലക്ഷം രൂപ പിരിച്ചു നൽകിയതെന്ന് പോസ്റ്റ് ഇട്ടത്. ഇതിനു പിന്നാലെ മർദ്ദനത്തിനിരയായ വനിതാ നേതാവ് തനിക്ക് പണം കിട്ടിയില്ല എന്ന പരാതിയുമായി രംഗത്ത് വന്നത്. കേരളത്തെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. റബ്ബർ വില സ്ഥിരത ഫണ്ടിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നല്ലത് ചെയ്യുമ്പോൾ അഭിനന്ദിക്കണമെന്നും കേന്ദ്രമന്ത്രി. UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയുടെ 211 കോടി രൂപ കാണാനില്ല. ചെക്ക് വഴിയുള്ള വരവായി നഗരസഭാ രേഖകളിലുള്ള പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ലെന്നാണ് ആരോപണം. ക്രമക്കേട് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം.
ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണത്തിൽ നടൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർമാർ. കത്തി 1 മില്ലിമീറ്റർ കൂടി ആഴത്തിലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുമെന്നും ഡോക്ടർമാർ. മുംബൈയിൽ പ്രമുഖർ പോലും സുരക്ഷിതരല്ലെന്നും ബാന്ദ്ര മുംബൈയിലെ ക്രൈം ക്യാപിറ്റലായി മാറിയെന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾ. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരന്റെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷമാണ് വീഡിയോ പകർത്തിയത്. പിതാവിന്റെ പരാതിയിൽ പാലാ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഫുവാദ്, കബീർ, സറ, ഷാഹിന എന്നിവരുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത്. വയനാട് പുൽപ്പള്ളി, അമരക്കുനി, തൂപ്ര പ്രദേശങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ കൂട്ടിലായി. ഇന്നലെ രാത്രി 11:30ഓടെയാണ് തൂപ്ര ഭാഗത്തു സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവയെ പൂപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ അറസ്റ്റിൽ. പീയൂഷ് വിജയ് ഭണ്ഡാൽക്കറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് വിജയ് ഗണേഷ് ഭണ്ഡാൽക്കർ പോലീസ് പിടിയിൽ. സിനിമ, വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികളുടെ രൂപവൽക്കരണവും അവയുടെ നിഷ്പക്ഷമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സിനിമാ മേഖലയിലെ തൊഴിലാളികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി. വയനാട്ടിലേത് പ്രകൃതി ദുരന്തമാണ്, മനുഷ്യനിർമ്മിതമല്ലെന്നും ഉയർന്ന നഷ്ടപരിഹാര തുക ബാധിതരുടെ അവകാശമല്ലേയെന്നും ഹൈക്കോടതി. നഷ്ടപരിഹാര തുക എത്ര വേണമെന്ന് ദുരിതബാധിതർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനുള്ള അധിക പോലീസ് സുരക്ഷ ആഭ്യന്തര വകുപ്പ് പിൻവലിച്ചു. എടവണ്ണ ഒതായിലെ അൻവറിന്റെ വീടിന് മുന്നിലെ പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒഴിവാക്കിയതായി അധികൃതർ. വൈക്കം തോട്ടകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരായ കുടവച്ചൂർ സ്വദേശി വിജീഷ്, പൂച്ചകൽ സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറിക്കും KSRTC ബസ്സിനും ഇടയിൽ കുടുങ്ങിയ കാറിലെ ഡ്രൈവർ മരിച്ചു. കാർ ഡ്രൈവർ എലത്തൂർ സ്വദേശി മുഹമ്മദ് മജ്ദൂദാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. പത്തനംതിട്ട അടൂർ കടമ്പനാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്ക്. കൊല്ലം പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ BEd കോളേജിൽ നിന്ന് വാഗമണിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. KSRT എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമര പ്രചരണ ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. സ്വാഗത സംഘ ചെയർമാൻ VK വിനു അധ്യക്ഷത വഹിച്ച സ്വീകരണ പരിപാടിയിൽ സ്വാഗത സംഘ കൺവീനർ CP ജയൻ സ്വാഗതം പറഞ്ഞു. മാഹി ബൈപ്പാസിന്റെ സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ജംഗ്ഷനിലെ അപകട സാധ്യതകൾ ഒഴിവാക്കുക, തെരുവു വിളക്കുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 18-ന് ഇല്ലത്ത് താഴെയിൽ ബഹുജന റാലി CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അക്കരപ്പുറത്ത് ബൈക്കിൽ നിന്ന് വീണ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ലഹരി വിരുദ്ധ സേനയിൽ അംഗമായ KG പ്രദീപാണ് മരിച്ചത്. മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. കോഴിക്കോട് വടകരയിൽ 3 വ്യത്യസ്ത പോക്സോ കേസുകളിൽ 3 പേർ പിടിയിൽ. വടകരയിൽ 5 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ ക്ഷേത്ര പൂജാരിയാണ് അറസ്റ്റിലായത്. എറണാകുളം മേത്തല സ്വദേശി M സജിയാണ് അറസ്റ്റിലായത്.
ഒരുമനയൂരിൽ CPI ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകൾ ആക്രമി എറിഞ്ഞു തകർത്തു. വീടിന് മുന്നിലെ റോഡിലൂടെ നടന്നു വന്ന ആക്രമി വീടിനു നേരെ കല്ലെറിയുകയായിരുന്നു. കാപ്പ നിയമം ചുമത്തി ജില്ലയ്ക്ക് പുറത്താക്കിയ പ്രതി വീട്ടിലെത്തിയതിനു പിന്നാലെ പോലീസ് പിടിയിൽ. പാറശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചെങ്കൽ കുന്നൽവിള സ്വദേശി 29-കാരനായ ശംഭുവിനെയാണ് കാപ്പ നിയമം ലംഘിച്ചതിന് പാറശാല പോലീസ് പിടികൂടിയത്. ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ പേരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. മുളന്തുരുത്തി ചേപ്പനംതാഴം കോളനിയിലെ വിൽസന്റെ വീട്ടിൽ ഇന്നലെ സന്ധ്യയ്ക്കാണ് അതിക്രമം ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളുമടക്കം 8 പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കടന്നലിന്റെ കുത്തേറ്റ് വയോധികൻ മരിച്ചു. കോഴിക്കോട് നാദാപുരത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന നാദാപുരം ആവോല് സ്വദേശി ഗോപാലനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള 8ാം ശമ്പള കമ്മീഷൻ രൂപവൽക്കരണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ISRO വിജയകരമായി പൂർത്തിയാക്കി. കഴിഞ്ഞ ഞായറാഴ്ച പേടകങ്ങളെ 3 മീറ്റർ അകലത്തിൽ എത്തിക്കാൻ സാധിച്ചതായും ISRO അറിയിച്ചു. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കെജ്രിവാൾ 1.73 കോടി രൂപയുടെ ആസ്തിയും വീടോ കാറോ ഇല്ലെന്നും വെളിപ്പെടുത്തി. ATMിലേക്ക് പണം കൊണ്ടുവരുന്നതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കു നേരെയുണ്ടായ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കർണാടകയിലെ ബിദാർ നഗരത്തിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻ ബ്രാഞ്ചിന് മുന്നിലാണ് സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വൻ പ്രഖ്യാപനവുമായി കോൺഗ്രസ്. അധികാരത്തിലെത്തിയാൽ 500 രൂപയ്ക്ക് ഗ്യാസും സൗജന്യ റേഷനും 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും ദില്ലിയിലെ ജനങ്ങൾക്ക് നൽകുമെന്ന് പ്രഖ്യാപനം. സുപ്രീം കോടതി ജഡ്ജിയായി മലയാളിയായ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന K. വിനോദ് ചന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് ചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 33 ആയി. നാലു ദിവസത്തെ സന്ദർശനത്തിനായി ബീജിംഗിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. അയൽരാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ശ്രീലങ്കയ്ക്ക് ചൈന വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ഷീ ജിൻപിങ്. അമേരിക്കയുടെ 46ാം പ്രസിഡന്റ് എന്ന നിലയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് അവസാന പ്രസംഗത്തിനൊരുങ്ങി ജോ ബൈഡൻ. സ്ഥാനമൊഴിയുന്നതോടെ അരനൂറ്റാണ്ട് നീണ്ട ബൈഡന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെയും അവസാനമാണ്. ടാൻസാനിയയിൽ മാർബർഗ് വൈറസ് ബാധിച്ചിട്ട് 8 പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ കഗേര മേഖലയിലെ 2 ജില്ലകളിലാണ് രോഗബാധ.
അദാനി കമ്പനികൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തി വാർത്തകളിൽ നിറഞ്ഞ യുഎസിലെ ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു. കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ അറിയിച്ചു. ഹോളിവുഡിന്റെ പുരസ്കാര സീസൺ തീയിൽ വാടുമെന്ന ആശങ്ക ശക്തമായി. ഒരാഴ്ച മുൻപ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര നിശ്ചയ്ക്കു പിന്നാലെ ലോസ് ആഞ്ചലസിൽ പടർന്ന തീ ഇനി വരാനിരിക്കുന്ന ഓസ്കാർ പുരസ്കാര ചടങ്ങിന് ഭീഷണിയാകുമെന്ന സൂചനകളാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ. രാജ്യാന്തര വിദ്യാർത്ഥികൾ, വിദേശ തൊഴിലാളികൾ എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കാനഡ മാറ്റം വരുത്തുന്നു. ജനുവരി 21 മുതലായിരിക്കും ഇത് നടപ്പിൽ വരുത്തുക. വിശദവിവരങ്ങളും അന്ന് പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി 4 നാൾ മാത്രം. US തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾക്കാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടൺ DC സാക്ഷ്യം വഹിക്കുന്നത്. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖല കായികവേദിയുമായി സഹകരിച്ച് പ്രതിഭ സനത് യൂണിറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ വിജീഷ് ആൻഡ് ജോസഫ് ടീം വിജയികളായി. ബഹ്റൈൻ പ്രതിഭ വനിതാവേദിയുടെ നേതൃത്വത്തിൽ പുതിയൊരു നാളേക്കായി എന്ന ശീർഷകത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഭ വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷീല ശശി അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.